ആരോ ഒരാൾ 30. ആരായിരുന്നു അത്? ആ ചോദ്യം ഉള്ളിൽ മുഴങ്ങുമ്പോൾ അവൾ വെപ്രാളത്തോടെ മുഖം അമർത്തി തുടച്ചു. ശരീരത്തിലും വസ്ത്രങ്ങളിലുമെല്ലാം നിറയെ രക്തം. പക്ഷേ തനിക്കൊരു പോറൽ പോലും സംഭവിച്ചിട്ടില്ല. പിന്നെ എവിടെ നിന്നാണ് ഈ ചോരത്തുള്ളികൾ തന്റെ ശരീരത്തിൽ പറ്റിയത്? ഭയം നിറഞ്ഞ കണ്ണുകളോടെ അവൾ ചുറ്റും നോക്കി. തൊട്ടരികിൽ തോളിൽ കൈ അമർത്തിപ്പിടിച്ച് വേദന കൊണ്ട് വളഞ്ഞുകൂടി കിടക്കുന്ന ഒരു പെൺകുട്ടി. അവളിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന രക്തം റോഡിൽ നനവ് പടർത്തി ഒഴുകിയിറങ്ങുന്നു. ഈശോയെ, ഇതാരാ? എന്നാലും ഇവൾ എനിക്ക് വേണ്ടി. അവൾ ആ പെൺകുട്ടിക്കരികിലേക്ക് ഭ്രാന്തമായി നിരങ്ങിച്ചെന്ന് പതുക്കെ അവളുടെ തല തനിക്ക് നേരെ തിരിച്ചു. സായ. മെർലിൻ ഞെട്ടലോടെയാണ് ആ സത്യം തിരിച്ചറിഞ്ഞത്. തനിക്ക് നേരെ വന്ന അപകടത്തെ ഒരു രക്ഷാകവചം പോലെ സ്വയം ഏറ്റെടുത്ത പെൺകുട്ടി അവൾ തൻ്റെ സായയാണ്. മോളെ. അവൾ വിറയ്ക്കുന്ന കൈകളോടെ ആ മുഖം കോരിയെടുത്തു. സായയുടെ ചുണ്ടിൽ നിന്ന് ഒരു നേരിയ ഞരക്കം മാത്രം പുറത്തേക്ക് വന്നു. ആ മുഖം വേദനയാൽ വല്ലാതെ ചുളിഞ്ഞിരുന്നെങ്കിലും അവൾ മെർലിനെ നോക്കി പുഞ്ചിരിക്കാൻ ഒരു വിഫല ശ്രമം നടത്തി. മെർലിന് തല കറങ്ങും പോലെ തോന്നി. ചുറ്റുമുള്ളവർ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. പലർക്കും തന്നെ പരിചയമുണ്ട്. ആരെങ്കിലും ഒന്ന് സഹായിക്കൂ പ്ലീസ്. മെർലിൻ നിയന്ത്രണം വിട്ടു കരഞ്ഞു. പെട്ടെന്ന് ആരൊക്കെയോ ചേർന്ന് സായയെ ഏതോ ഒരു വാഹനത്തിലേക്ക് എടുത്തു കിടത്തി. ഡോക്ടർ, നിങ്ങൾ വരണ്ട. തൊട്ടടുത്ത് ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്, ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം. തിരക്കിട്ട് ആ വാഹനത്തിലേക്ക് കയറാൻ ശ്രമിച്ച മെർലിനെ തടഞ്ഞുകൊണ്ട് ആരോ പറഞ്ഞു. നോ, അവളെൻ്റെ സിസ്റ്ററാണ്. ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് വേണം അവളെ കൊണ്ടുപോകാൻ. വാഹനത്തിലേക്ക് ചാടി കയറിക്കൊണ്ട് മെർലിൻ കിതപ്പോടെ അലറി. അവരെയും വഹിച്ചുകൊണ്ട് ആ വാഹനം മാളേക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. സായ, മോളെ എഴുന്നേൽക്ക്, നിനക്കൊന്നുമില്ല. മെർലിൻ അവളെ കുലുക്ക് വിളിച്ചുകൊണ്ടിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സായയുടെ മുഖത്തെ പുഞ്ചിരിയുടെ നേർത്ത രേഖ ഇപ്പോഴും മാഞ്ഞിട്ടില്ല. പക്ഷേ പതുക്കെ പതുക്കെ അവളുടെ കണ്ണുകൾ അടഞ്ഞു വന്നു. കൺമുമ്പിൽ കാണുന്ന കാഴ്ചയിൽ മെർലിന് ഒന്നുറക്കെ കരയണമെന്ന് തോന്നി. എന്നാൽ അവൾ ആത്മസംയമനം പാലിച്ചുകൊണ്ട് സായയെ ഉണർത്താൻ കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഹോസ്പിറ്റൽ കോമ്പൗണ്ട് കടന്ന് അത്യാഹിത വിഭാഗത്തിന് മുൻപിലേക്ക് ആ വാഹനം പാഞ്ഞു ചെന്നു. ആരെയും കാത്തു നിൽക്കാതെ ഒരു ട്രോളി വലിച്ചെടുത്തുകൊണ്ട് അവളെയും താങ്ങിപ്പിടിച്ച് മെർലിനുള്ളിലേക്ക് പാഞ്ഞു. ഏതോ ഒരു ഡോക്ടർ സായയെ പരിശോധിച്ചു തുടങ്ങിയപ്പോഴേക്കും മെർലിൻ വല്ലാതെ തളർന്നു പോയിരുന്നു. അവൾ ഭിത്തിയോട് ചേർന്ന് വെറും നിലത്തേക്ക് ഊർന്നിരുന്നു. പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നതുപോലെ അവൾ ചാടി എഴുന്നേറ്റു. ഡാഡി. മെർലിൻ അലറിക്കൊണ്ട് ഫെർണാണ്ടസിന്റെ ക്യാബിൻ ലക്ഷ്യമാക്കി പാഞ്ഞു. മെർലിൻ. മെർലിനെ കാണാതെ പോകാൻ മനസ്സില്ലാതെ OPയുടെ മുൻപിലെ കസേരയിൽ വെറുതെ ഇരിക്കുകയായിരുന്ന ഹരിയുടെ ശബ്ദം ആശുപത്രിയെ പ്രകമ്പനം കൊള്ളിച്ചു. പെട്ടെന്ന് അവളുടെ കാലുകൾ നിശ്ചലമായി. അവൾ വെട്ടിത്തിരിഞ്ഞു പകപ്പോടെ അവനെ നോക്കി. എന്തൊക്കെയോ വികാരങ്ങൾ ആ മുഖത്ത് മിന്നിമറഞ്ഞു. ആ സമയത്താണ് റോഷൻ തൻ്റെ ക്യാബിനിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ റോഷൻ വല്ലാത്ത ഭയത്തോടെ അവൾക്ക് നേരെ ഓടി. പക്ഷേ അവൻ എത്തും മുൻപേ ഹരിയുടെ നെഞ്ചിലേക്ക് അവൾ ഒരു പൊട്ടിക്കരച്ചിലോടെ അഭയം പ്രാപിച്ചിരുന്നു. ആ കാഴ്ച കാണാനാകാതെ റോഷൻ വല്ലാത്ത തകർച്ചയോടെ വിതുമ്പി നിന്നു. മണിക്കൂറുകൾ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. ഓപ്പറേഷൻ തിയേറ്ററിന് മുൻപിലെ കസേരയിൽ കണ്ണീരടക്കാനാകാതെ മെർലിൻ ഹരിയുടെ തോളത്തേക്ക് ചാരിയിരുന്നു. അപ്പോഴും അവളിൽ നിന്നും ഏങ്ങലുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു. അവളെ ആശ്വസിപ്പിക്കാൻ എന്നതുപോലെ ഹരി തൻ്റെ കൈക്കുള്ളിലേക്ക് അവളുടെ കൈകൾ അമർത്തി പിടിച്ചിട്ടുണ്ട്. അല്പമകലെ ഒരു ശില പോലെ റോഷനും. ഹരിയുടെ സാന്നിധ്യം അവൾക്ക് വളരെയധികം ആശ്വാസം നൽകുന്നതുപോലെ റോഷന് തോന്നി. അവനെ തട്ടിമാറ്റി അവളെ ഒന്ന് നെഞ്ചോട് ചേർക്കാൻ റോഷന്റെ ഹൃദയം വിതുമ്പി. പക്ഷെ എവിടെയോ ഒരു തെറ്റ് ചെയ്തവൻ്റെ ഭയം അവനെ തടഞ്ഞു നിർത്തുന്നതുപോലെ അവളുടെ ഓരോ വിതുമ്പലും അവൻ്റെ ഹൃദയത്തെ കീറി മുറിച്ചു. മണിക്കൂറുകൾക്ക് ശേഷം പെട്ടെന്ന് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാതിൽ തുറന്ന് ഡോക്ടർ വർഗീസ് പുറത്തേക്ക് വന്നു. മെർലിൻ അയാൾക്ക് നേരെ പാഞ്ഞു. മോളെ, പേടിക്കാനൊന്നുമില്ല. അല്പം ഡീപ്പായിട്ടുള്ള ഇഞ്ചുറിയാണ്, എങ്കിലും അവൾ സേഫാണ്. ഡോക്ടർ വർഗീസ് പറയുമ്പോൾ അവളിൽ നിന്നും ആശ്വാസത്തിൻ്റെ അലർച്ച ഉയർന്നു. അതൊരു വലിയ നിലവിളിയായി മാറുന്നതിന് മുൻപ് തന്നെ സ്വന്തം പിതാവിനോടുള്ള അധികാരത്തോടെ അവൾ വർഗീസിനെ കെട്ടിപ്പിടിച്ച് അലറിക്കരഞ്ഞു. അവളുടെ തലയിൽ തലോടിക്കൊണ്ട് വർഗീസ് അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടേയിരുന്നു. പതുക്കെ പതുക്കെ അവളുടെ തേങ്ങലുകൾ നേർത്ത് ഇല്ലാതായി. എന്താ മോളെ, എന്താണ് ശരിക്കും സംഭവിച്ചത്?
ആ കുട്ടിക്ക് എന്താ ഉണ്ടായത്? മെർലിൻ സാധാരണ നിലയിലേക്ക് വന്നുവെന്ന് മനസ്സിലായപ്പോൾ വർഗീസ് മൃദുവായി ചോദിച്ചു. ഡാഡി, അത് ആരോ ഒരാൾ എന്നെ കൊല്ലാൻ ശ്രമിച്ചതാണ്. പക്ഷേ സായ, അവൾ ആ നിമിഷം വന്നില്ലായിരുന്നുവെങ്കിൽ. ഡാഡി, ആരോ എൻ്റെ പുറകെയുണ്ട്. എൻ്റെ മാത്രമല്ല, നമ്മുടെയൊക്കെ പുറകെ. അയാൾ നമ്മളെ എല്ലാം ഇല്ലാതാക്കും. അത് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു തേങ്ങലോടെ അവൾ വർഗീസിന്റെ നെഞ്ചിലേക്ക് വീണു. അവളുടെ വാക്കുകൾ വർഗീസിനെയും വല്ലാതെ ഭയപ്പെടുത്തി. എന്നാൽ റോഷന്റെ ഉള്ളിൽ ഒരു പേമാരി ആഞ്ഞടിച്ചു. താൻ ഭയപ്പെട്ടതൊക്കെ യാഥാർത്ഥ്യമായിരിക്കുന്നു. ഡാ, ആരാ അയാൾ? നീ അയാളെ കണ്ടോ? റോഷനിൽ നിന്നും വിറയലോടെ ആ ചോദ്യം പുറത്തേക്ക് വന്നു. അവന്റെ കണ്ണുകളിൽ ഭയവും ദേഷ്യവും ഒരുപോലെ നിറഞ്ഞു. ഞാൻ അയാളെ കണ്ടു. പക്ഷേ അയാൾ മുഖം മൂടിയിരുന്നു. എങ്കിലും ആ കണ്ണുകൾ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. എവിടെയാണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. മെർലിൻ കണ്ണുകൾ തുടച്ചുകൊണ്ട് എന്തോ ഓർത്തെടുക്കാൻ കിണഞ്ഞു ശ്രമിച്ചു. ഭയപ്പെട്ടതൊക്കെ തന്നെയാണ് ചുറ്റും സംഭവിക്കുന്നത്. മരണത്തിന്റെ കൂരിരുട്ടാണ് തങ്ങളുടെ ചുറ്റും നിറയുന്നത്. ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥ. ചിന്തകൾ കനം വെച്ചപ്പോൾ വർഗീസ് വിറയ്ക്കുന്ന കൈകളോടെ തൻ്റെ മക്കളെ നെഞ്ചോട് ചേർത്തു. ഈശ്വര, എന്താണ് ഞങ്ങൾക്ക് ചുറ്റും നടക്കുന്നത്? ഒന്നും മനസ്സിലാകുന്നില്ല. ആരൊക്കെയോ ശത്രുക്കൾ ഞങ്ങൾക്ക് പിറകെയുണ്ട്. എല്ലാ അവസ്ഥകളിലും തന്നെ കൈവിടാത്ത ദൈവത്തോട് നിസ്സഹായതയോടെ ചോദിച്ചുകൊണ്ട് അയാൾ അവരെ ചേർത്ത് പിടിച്ച് കസേരയിലേക്കിരുന്നു. അപ്പോഴാണ് ഫെർണാണ്ടസ് അവിടേക്ക് കിതച്ചുകൊണ്ട് ഓടിയെത്തിയത്. മോളെ, ഡാഡി ഇവിടെ ഉണ്ടായിരുന്നില്ല. അത്യാവശ്യമായി SP ഓഫീസ് വരെ ഒന്ന് പോയതാ. ഇവിടെ എന്താ ഉണ്ടായേ? എന്താ മോളെ നിനക്ക് പറ്റിയത്? ശരീരം മുഴുവനും ചോരയാണല്ലോ. മകളെ കണ്ടതും അയാൾ അലറും പോലെ ചോദിച്ചു. എടോ, താനിപ്പോൾ അവളോടൊന്നും ചോദിക്കേണ്ട. കുട്ടി വല്ലാതെ ഭയന്നിരിക്കുന്നു. കുറച്ച് കഴിയട്ടെ, ഞാൻ എല്ലാം പറയാം. ഡോക്ടർ വർഗീസ് ഫെർണാണ്ടസിനെ തടഞ്ഞു. മോളെ, നിന്നോട് തനിച്ച് പുറത്തേക്ക് പോകരുതെന്ന് എത്ര തവണ പറഞ്ഞതാ? നമ്മുടെ യാത്ര അപകടം പിടിച്ചതാണ്. അതുകൊണ്ട് റോഷൻ കൂടി എല്ലായ്പ്പോഴും നിനക്കൊപ്പം വേണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? മെർലിൻ അല്പം സാധാരണ നിലയിലായി എന്ന് കണ്ടപ്പോൾ ഫെർണാണ്ടസിന്റെ വാക്കുകൾ അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പുറത്തേക്ക് വന്നു. ഡാഡി, എനിക്ക് വരാനിരുന്ന ദുരന്തം സായയ്ക്ക് വന്നതിൽ ഞാൻ വല്ലാതെ ദുഃഖിതയാണ്. പക്ഷേ എൻ്റെ യാത്ര, അതോർത്ത് എനിക്ക് അല്പം പോലും വിഷമമില്ല. ഇനിയും മുന്നോട്ട് ഞാൻ തനിച്ച് തന്നെയായിരിക്കും. ഇതിൻ്റെയൊക്കെ പിറകിൽ ആരായിരുന്നാലും ഞാൻ അയാളെ പുറത്തു കൊണ്ടുവന്നിരിക്കും. ഇപ്പോൾ ഞാൻ തനിച്ചല്ല, എനിക്കൊപ്പം എൻ്റെ ഹരി കൂടിയുണ്ട്. അവൾ ഹരിയോട് ചേർന്നിരുന്നു കൊണ്ട് പറഞ്ഞു. ആ വാക്കുകൾ റോഷന്റെ ഹൃദയത്തിൽ കത്തിമുന പോലെ തുളച്ചു കയറി. അപ്പോഴാണ് ഫെർണാണ്ടസും വർഗീസും ഹരിയെ ശ്രദ്ധിച്ചത്. ആരായിരിക്കും ഇയാൾ? രണ്ടുപേർക്കുമുള്ളിൽ ഒരേ ചോദ്യം മുഴങ്ങി. ഡാഡി, ഇത് ഹരി, എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ഇനി കുറച്ച് നാളത്തേക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ പീഡിയാട്രീഷ്യനായി ഹരി ഉണ്ടാകും. എനിക്ക് ചില സ്ഥലങ്ങളിൽ കൂടി പോകാനുണ്ട്, കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനും. എൻ്റെ അസാന്നിധ്യം നമ്മുടെ കുഞ്ഞു രോഗികൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കരുത്. മെർലിൻ ഹരിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. ഹരിക്ക് നേരെ കൈ നീട്ടുമ്പോൾ എന്തോ വല്ലാത്ത സംശയം അവർ രണ്ടുപേരിലും നിറഞ്ഞു. ഇത്രയേറെ അടുപ്പമുണ്ടാകാൻ ഇവൻ മെർലിൻ്റെ ആരാണ്? അങ്ങനെയൊരു ചോദ്യം ഉള്ളിൽ നിറയുമ്പോൾ അവർ റോഷനെ പാളി നോക്കി. അവൻ മറ്റേതോ ലോകത്താണെന്ന് അവൻ്റെ ഇരിപ്പിൽ തന്നെ വ്യക്തമാണ്. മെർലിൻ, നിനക്ക് തൽക്കാലം അല്പം ഒരു വിശ്രമം ആവശ്യമാണ്. നിനക്ക് അല്പം ആശ്വാസമാകും വരെ എനിക്കൊപ്പം താമസിക്കാം. അത് കഴിഞ്ഞിട്ട് മതി നിന്റെ അന്വേഷണവുമെല്ലാം. ഹരി അവളെ ഒന്നുകൂടെ തന്നിലേക്ക് ചേർത്തുകൊണ്ട് പറഞ്ഞു. ഒരു കൊച്ചുകുഞ്ഞ് അമ്മയുടെ മാറിലേക്ക് എന്നതുപോലെ അവൾ അവനോട് ചേർന്നിരുന്നു. വർഗീസിന്റെയും ഫെർണാണ്ടസിന്റെയും കണ്ണുകൾ വീണ്ടും റോഷനിലേക്ക് തിരിഞ്ഞു. അവന്റെ മുഖത്ത് നിറഞ്ഞു നിന്ന നിസ്സഹായതയും വേദനയും അവരെ എല്ലാം സങ്കടപ്പെടുത്തി. ഹൃദയം തകർന്നിരിക്കുന്ന അവനെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ അവർ ധർമ്മസങ്കടത്തിലായി. എടോ, താൻ പോയ കാര്യം എന്തായി? SP കാണാൻ പറ്റിയോ? അയാൾ എന്താ പറഞ്ഞത്? സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ നിന്നും പുറത്തു കടക്കാൻ എന്നതുപോലെ വർഗീസ് ചോദിച്ചു. ഡാഡി, എനിക്കിപ്പോൾ ഓർമ്മ വന്നു അയാളെ ഞാൻ എവിടെയാണ് കണ്ടതെന്ന്. മെർലിൻ ആവേശത്തോടെ എന്നാൽ ഭയത്തിൽ കുതിർന്ന ശബ്ദത്തിൽ പറഞ്ഞു. എല്ലാ കണ്ണുകളും അവളിലേക്ക് മാത്രമായി ചുരുങ്ങി. നിമിഷം നേരം മുൻപ് വരെ തകർന്നിരുന്ന റോഷനും ശ്രദ്ധയോടെ അവളിലേക്ക് തിരിഞ്ഞു. ആരാ അത്? അവളുടെ വായിൽ നിന്നും പുറത്തേക്ക് വരുന്ന ആ പേര് കേൾക്കാൻ കാത്ത് അവർ ശ്വാസം അടക്കി നിന്നു. അന്ന് നമ്മൾ സച്ചുവേട്ടന്റെ മരണവുമായി ബന്ധപ്പെട്ട് കേസ് കൊടുക്കാൻ പോയത് ഓർക്കുന്നുണ്ടോ? അന്ന് സ്റ്റേഷനിൽ നിന്നും തിരിച്ചു പോരാൻ തുടങ്ങുമ്പോൾ അയാൾ അവിടെ ഉണ്ടായിരുന്നു.
ഒരു വാനിൽ നമ്മളെ തീക്ഷ്ണമായി നോക്കിയ ആ കണ്ണുകൾ അന്നേ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അന്ന് അതെന്റെ തോന്നലാണെന്നാണ് ഞാൻ കരുതിയത്. മെർലിൻ പറഞ്ഞു നിർത്തി. മോള് പറഞ്ഞത് ശരിയായിരിക്കും. പക്ഷേ അതാരാണെന്ന് നമുക്കറിയില്ലല്ലോ മോളെ. അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. മോൾക്കിപ്പോൾ വിശ്രമമാണ് ആവശ്യം. ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. വർഗീസ് ആലോചനയോടെ അവളുടെ തോളിൽ തട്ടി. മോള് ഹരിക്കൊപ്പം അവൻ്റെ വീട്ടിലേക്ക് പോകുന്നു എന്നല്ലേ പറഞ്ഞത്? അവൻ പറഞ്ഞത് ശരിയാ. നിനക്കും ഒരു മാറ്റം ആവശ്യമാണ്. അപ്പോൾ ഇനി വൈകണ്ട, നിങ്ങൾ പൊയ്ക്കോളൂ. ഫെർണാണ്ടസിന്റെ വാക്കുകൾക്ക് ഒരു ആശ്വാസത്തിന്റെ ഭാവമായിരുന്നു. എന്നാൽ ആ വാക്കുകൾ റോഷനെ വല്ലാതെ ഞെട്ടിച്ചു. എന്തായിരിക്കും അവളുടെ തീരുമാനം? ആ ചോദ്യം ഉള്ളിലേക്ക് വരുമ്പോൾ അവന്റെ മനസ്സ് അതികഠിനമായ വേദനയോടെ നീറിപ്പുകഞ്ഞു. അവളുടെ തീരുമാനം എന്തു തന്നെയാണെങ്കിലും ഇനിയുള്ള രാത്രികൾ തനിക്ക് ഉറക്കം നഷ്ടപ്പെടാനാണ് പോകുന്നത്. ഹരിനാരായണൻ എന്ന വ്യക്തിയുടെ വരവ് തന്നെ എന്തിൻ്റെയൊക്കെയോ ദുസ്സൂചനയാണ്. ചെയ്ത പാപം തിന്നാൽ തീരില്ലല്ലോ. റോഷന്റെ കണ്ണുകൾ ദയനീയമായി മെർലിനെ തേടി. എനിക്കൊരു മാറ്റം ആവശ്യമാണ് ഡാഡി. പക്ഷേ ഇപ്പോൾ എനിക്ക് ആവശ്യം ഒരു കുടുംബത്തിൻ്റെ തണലാണ്, ഒരു സംരക്ഷണ വലയമാണ്. മെർലിൻ ഒന്ന് നിർത്തി. ഹരിയുടെ കൈകളിൽ അമർത്തി പിടിച്ചുകൊണ്ട് അവൾ തുടർന്നു. ഹരി, നീ എനിക്ക് തരുന്ന ഈ സ്നേഹത്തെ ആസ്വദിക്കാൻ ഒരുപക്ഷെ ഇപ്പോൾ എനിക്ക് സാധിച്ചു എന്ന് വരില്ല. അത്രയ്ക്കും കഠിനമായ മാനസികാവസ്ഥയിൽ കൂടിയാണ് ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ റോഷനോടൊപ്പം വീട്ടിലേക്ക് പോയിക്കോളാം. അവിടെയാകുമ്പോൾ എല്ലാവരുമുണ്ടല്ലോ. അപ്രതീക്ഷിതമായ ആ മറുപടി കേട്ടപ്പോൾ ഹരിയുടെ മുഖം പാടിയത് എല്ലാവരും ശ്രദ്ധിച്ചു. അവൻ്റെ കണ്ണുകളിൽ നിമിഷാർത്ഥം ഒരു വേദനയുടെ കനം വന്നുകൂടി. റോഷൻ ആശ്വാസത്തോടെ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. എങ്കിലും അവളുടെ വാക്കുകളിൽ അവൾ പറഞ്ഞ ചില സത്യങ്ങൾ അവനെ വല്ലാതെ വേദനിപ്പിക്കുക തന്നെ ചെയ്തു. ഹരി, എനിക്ക് നീ തരുന്ന സ്നേഹം. ആ വാക്കുകൾക്കുള്ളിൽ അർത്ഥം ചികയുമ്പോൾ അവൻ്റെ മനസ്സ് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുന്നുണ്ടായിരുന്നു. എന്നാൽ ഇനി വൈകണ്ട, നിങ്ങൾ ഇറങ്ങിക്കോളൂ, ഫെർണാണ്ടസ് പറഞ്ഞു. ഡാഡി, കുറച്ചു നേരം കൂടി. സായ ഒന്നുണർന്നിട്ട് ഞങ്ങൾ പൊയ്ക്കോളാം. ഹരിയോട് ഒന്നുകൂടി ചേർന്നിരുന്നു കൊണ്ട് അവൾ മറുപടി പറഞ്ഞു. റോഷന്റെ കൂടെ പോകാൻ തീരുമാനിച്ചിട്ടും ഹരിയെ വിട്ടുപിരിയാൻ എന്തെന്നില്ലാത്ത മടി പോലെയായിരുന്നു അവളുടെ വാക്കുകൾ. എടാ, നീ പോയ കാര്യം എന്തായി? അതിനു മറുപടി പറഞ്ഞില്ലല്ലോ. വർഗീസിന്റെ ചോദ്യം ഫെർണാണ്ടസിനെ തേടിയെത്തി. ആ, അത് പറയാനായി തുടങ്ങിയപ്പോഴാണ് മെർലിൻ അയാളെപ്പറ്റി പറഞ്ഞത്. നമ്മൾ വിചാരിച്ചത് ശരി തന്നെയാണ്. നമ്മുടെ ആ പഴയ പോലീസ് ഓഫീസറുണ്ടല്ലോ, ഡോക്ടർ തോമസിന്റെ കേസ് നടക്കുന്ന സമയത്ത് കൈക്കൂലി കേസിൽ സസ്പെൻഷനിലായ അയാളാണ് ഇപ്പോൾ ഈ കേസ് നിയന്ത്രിക്കുന്നത്. ഫെർണാണ്ടസിന്റെ ശബ്ദത്തിൽ ഭയം കലർന്ന നിസ്സംഗതയുണ്ടായിരുന്നു. അന്ന് അയാളുടെ സസ്പെൻഷന് കാരണം നമ്മളായിരുന്നല്ലോ. അതുകൊണ്ട് അയാളിൽ നിന്നും കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എന്തായാലും SP ഇതിനൊരു വഴിയുണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ആരായാലും ചെയ്യുന്ന കാര്യമല്ലേ, നമ്മൾ ചെയ്തുള്ളൂ. കൈക്കൂലി വാങ്ങിച്ച് തോമസിനെ കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനല്ലേ അയാൾ ശ്രമിച്ചത്. സാരമില്ല, എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. എന്തു ചെയ്യാനാ, നമുക്കിതൊക്കെ അനുഭവിക്കാൻ ഒരു വിധിയുണ്ടെന്ന് കരുതാം, അല്ലേടാ? വർഗീസ് നിരാശയോടെ ഫെർണാണ്ടസിനെ നോക്കി. ഇതിപ്പോ നമ്മുടെ മക്കളും കൂടിയല്ലേ അനുഭവിക്കുന്നത്. അതാണ് എൻ്റെ സങ്കടം. അത് പറയുമ്പോൾ ഫെർണാണ്ടസിന്റെ സ്വരം ഇടറി. ഡാഡി, സായയുടെ കാര്യം പോലീസിൽ അറിയിക്കണ്ടേ? ഓ, ഞാനത് മറന്നിരിക്കുകയായിരുന്നു മോനെ. നാളെ ഇതൊരു വലിയ ന്യൂസ് ആകാൻ സാധ്യതയുണ്ട്. ഈ സംഭവം നടന്നിരിക്കുന്നത് നടു റോഡിലാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിയമപരമായ നടപടികൾ എടുത്ത് പോലീസിനെ അറിയിക്കണം. അല്ലെങ്കിൽ നമുക്കുകൂടി ഇത് അപകടമുണ്ടാക്കും. റോഷന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ട് ഡോക്ടർ വർഗീസ് പോക്കറ്റിൽ നിന്നും ഫോൺ കയ്യിലേക്കെടുത്തു. മോനെ റോഷ്, നീ എത്രയും പെട്ടെന്ന് സായയുടെ ബന്ധുക്കളെ കൂടി കാര്യങ്ങൾ അറിയിക്കണം. വർഗീസ് മകനെ ഓർമ്മിപ്പിച്ചു. ഡാഡി, സായയ്ക്ക് എൻ്റെ അറിവിൽ പറയത്തക്ക ബന്ധുക്കളൊന്നുമില്ല. അവൾക്ക് ആകെയുള്ള ബന്ധം ആ ഓട്ടോ ഓടിക്കുന്ന മുരുകണ്ണൻ മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ തന്നെ വിളിച്ചറിയിച്ചോളാം. അവരുടെ സംഭാഷണം ശ്രദ്ധിച്ചിരുന്ന മെർലിൻ പെട്ടെന്ന് മറുപടി പറഞ്ഞു. അപ്പോഴേക്കും നേരം പുലർന്നിരുന്നു. സർ, ആ കുട്ടിക്ക് ബോധം വീണിട്ടുണ്ട്. അത് കട്ടിലിൽ നിന്നും ചാടി എഴുന്നേൽക്കാൻ ശ്രമിക്കുകയാണ്. ഓക്സിജൻ കണക്ഷനും ട്യൂബുകളും എല്ലാം വലിച്ചെറിയുന്നു. ഭയങ്കര ബഹളമാ, ഒന്ന് വരാമോ? ഒരു നേഴ്സ് അല്പം പരിഭ്രാന്തിയോടെ ഓടി വന്നു പറഞ്ഞു. ആരോ ഒരാൾ തുടരും. കൂട്ടുകാരെ, നമ്മുടെ കഥ ഇഷ്ടമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും മടി കാണിക്കരുതേ.
അടുത്ത ഭാഗവുമായി നാളെ കാണും വരെ ബൈ ബൈ, സ്റ്റേ സേഫ്.